13 ദിവസത്തിലധികമായി മലപ്പുറത്ത് നടന്ന കുംഭമേള കേരളത്തിലെ പല മാധ്യമങ്ങളും കണ്ടില്ലെന്ന് നടിച്ചു. ഏറ്റവും അവസാനം ഈ മനോരമയുടെ റിപ്പോർട്ടർ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. അതിൻ്റെ ഒരു ആവശ്യകത ഇന്നലെ ഉണ്ടായിരുന്നു. അല്ല, അത് ഇത്രയും കാലം ഈ 19 രാപ്പകൽ അവിടെ ഈ സംഭവം നടക്കുമ്പോൾ കേരളത്തിൻ്റെ മൺമറഞ്ഞു പോയ ഒരു ഉത്സവത്തെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുവാൻ അവിടെ വന്നിട്ടില്ല. ലാസ്റ്റ് സമയത്ത് അവർക്ക് തന്നെ ഒരു പശ്ചാത്താപം ഉണ്ടായി. ഇതൊരു മതേതര കേരളമല്ലേ, ബാക്കിയെല്ലാം അവരുടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവരുടെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ടായിരിക്കും വന്നത്. കുറ്റബോധമോ ജനക്കൂട്ടമോ? ജനക്കൂട്ടം അവർക്ക് എത്ര ഹിന്ദു നവോത്ഥാനത്തിൽ ജനക്കൂട്ടം വന്നാലും മനോരമ പോലുള്ള നമ്മുടെ മീഡിയ വൺ പോലുള്ളവർക്ക് നിസ്സാരമാണ്. കാരണം വളരെ അവരുടെ തന്നെ സോഷ്യൽ മീഡിയ, ഏഷ്യാനെറ്റ് തുടങ്ങിയവർക്കൊക്കെ ഹിന്ദു നവോത്ഥാന ആയിട്ടോ ഹൈന്ദവീയമായിട്ടോ വരുന്ന സാംസ്കാരിക നാഗരികതകൾ ഊന്നി കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം അവർക്ക് വർഗീയമാണ്. പ്രത്യേകിച്ച് ഒരു 3-4 ചാനലുകൾ കേരളത്തിൽ അതുണ്ട്. അത്തരം ചാനലുകാർക്ക് വിദേശ ബന്ധങ്ങളുമുണ്ട്. അത് പൊളിച്ചു പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും ചാനലുകളുടെ പ്രവർത്തനം അറിയാം. അപ്പോൾ നമ്മുടെ കാര്യകർത്താക്കൾ സംഘത്തിൻ്റെയും അതിൻ്റെ അവിടെ തിരുനാവായ ഉത്സവ കമ്മിറ്റിയുടെ ട്രസ്റ്റ് ആൾക്കാരും ബന്ധപ്പെട്ട് ശോഭിച്ച നമ്മുടെ പ്രവർത്തകനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ജനാധിപത്യ പ്രക്രിയയിൽ ഇവിടെ നടക്കുന്ന ഒരു ഉത്സവങ്ങളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തടയാൻ പാടില്ല. അവർ വരാത്തതും അവർക്കൊരു പക്ഷമുണ്ടല്ലോ, ആ പക്ഷം പിടിച്ചതുകൊണ്ടായിരിക്കും മനോരമ വരാത്തത്. അപ്പോൾ ഇത്രയും ജനം പോലുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഹിന്ദു നവോത്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നെന്ന് വേൾഡ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ശബരിമല ആചാരലംഘന വിഷയത്തിൽ എത്ര മാധ്യമങ്ങൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ പരസ്യം കിട്ടാനും സർക്കാരിനെ ഓശാനിച്ച് നിന്ന് മാത്രമേ എല്ലാ ചാനലുകളും പരസ്യവും ബാക്കി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പത്രധർമ്മങ്ങളെ കുഴിച്ചു മൂടി ചെയ്തിട്ടുള്ളൂ. അവിടെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ജനം ചാനലാണ്. IPSകാർ എല്ലാം അയ്യപ്പൻ്റെ പടം അടിച്ച് കളയണതും ലാത്തി കൊണ്ട് ഭക്തജനങ്ങളെ ഇടിച്ച് മാറ്റുന്നതും ബൈക്കുകളെല്ലാം മറ്റേ പമ്പാ തീരത്ത് മറിഞ്ഞ് വീഴുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വേറൊരു ചാനലും കാണിച്ചിട്ടില്ല ജനം. അതുപോലെ ആദ്യത്തെ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വളരെ 2000-ന് താഴെയുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മലപ്പുറത്ത് നിന്ന് നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ടുപോയ സഹോദരൻ തന്നെ, റഹീമെന്ന് പറയുന്ന സഹോദരൻ നമുക്ക് കാണിച്ചു തന്നു. പുച്ഛമാണ്. ഇവിടെ ഒരു ടാർപ്പാളം കെട്ടി എന്തോ ചില കാര്യങ്ങൾ നടക്കുന്നു, കുറേ കാറ്റാടി കഴിയും വെച്ച് ഒരു ചെറിയ പാലവും തീർത്ത് അവിടെ കുറേ മറ്റേ എന്തോ കുലുക്കി സർബത്തൊക്കെ കുടിക്കുവാൻ വേണ്ടി കുറേ എണ്ണം വരും പോകും. പക്ഷെ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ അധിക്ഷേപങ്ങളെയെല്ലാം മാറ്റിമറിച്ചു. അതൊരു സംസ്കാരത്തെയാണ്, ഒരു മതത്തെ ദുഷിക്കുന്നതാണ് എന്ന് മലപ്പുറത്തെ ജനം തന്നെ സ്വീകരിച്ചു. അത് വിവിധ നാനാജാതി മതസ്ഥർ അവിടെ എത്തി. ലാസ്റ്റിലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ മറ്റേ ലണ്ടൻ ടൈംസൊക്കെ ന്യൂസുകൾ കൊടുത്തിരുന്നതും ഇംഗ്ലീഷ് ചാനലുകളെ റിപ്പോർട്ട് ചെയ്തില്ലേ ലാസ്റ്റിൽ. അവിടെ 23-ൽ പരം ലക്ഷം ആൾക്കാർ പങ്കെടുത്തു എന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ ഒരു അപകർഷതാബോധം മനോരമയ്ക്ക് തോന്നിക്കാണും. ഇത്രയും വലിയ ഇംഗ്ലീഷ് ചാനലുകളെല്ലാം സോഷ്യൽ മീഡിയകളെല്ലാം അവിടെ വരുന്ന മറ്റേ ഡോൺ വെച്ചുള്ള ക്യാമറ എടുത്ത് ജനങ്ങളെ കാണിക്കുമ്പോൾ നമുക്ക് മതമില്ല ജാതിയില്ല എന്ന് പറയുന്ന മാധ്യമങ്ങൾ വന്നില്ലെങ്കിൽ അവർ ഒറ്റപ്പെടും. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലിനെ അല്ലാതെ ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ട് മനോരമ വന്നതൊന്നുമല്ല. ഏകദേശം പല ക്ഷേത്രഭൂമികളും ഇന്ന് ഈ പത്രത്തിൻ്റെ കയ്യിലുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്കൊരു ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഒരു പാർട്ടിയെ അവർക്കുള്ളൂ, ആ ഒരു മതമേ അവർക്കുള്ളൂ. ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് മനോരമ മുന്നോട്ട് പോകുന്നത്. ബാക്കി യാതൊരു പ്രവർത്തനത്തിനും അവർക്ക് ഇത് വരില്ല. ഈ ജനക്കൂട്ടം ഇത് നടത്തിയ മഹാകുംഭമേള നടത്തിയ അധികൃതരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണല്ലോ ഈ ജനക്കൂട്ടം. തീർച്ചയായിട്ടും ജനക്കൂട്ടം അതാണ് ഉണർന്ന് കിടക്കുകയാണ് കേരളത്തിലെ ഹിന്ദുക്കൾ. കേരളത്തിൻ്റെ ടൂറിസം ആപ്തവാക്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം നാടാണ്, കോൺഗ്രസ്സുകാരുടെ സ്വന്തം നാടാണോ, അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ സ്വന്തം നാടെന്നല്ലല്ലോ പറയുന്നത്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ അതാ പൗരാണികമായ ക്ഷേത്രങ്ങൾ,
പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ, ശ്രീധർമ്മശാസ്താവ്, ആറ്റുകാൽ, കരിക്കകം, മരുതൻകുഴിയമ്മ, അതുപോലെ തന്നെ പല പല ക്ഷേത്രങ്ങളുടെയും ഒരു സംസ്കൃതി ഇവിടെയുണ്ട്. ഇവിടെ ഒരു പാരമ്പര്യമുണ്ട്. കേരളത്തിനകത്തൊരു ചരിത്ര പൈതൃക സംസ്കാരമുണ്ട്. അത് ഹൈന്ദവീയമാണ്, അത് മതമല്ല. ഈ ഹൈന്ദവീയത്തിൻ്റെ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഇവിടുത്തെ കച്ചവടത്തിന് വന്നിട്ടുള്ള പാഴ്സികളായാലും പറങ്കികളായാലും അറബികളായാലും കച്ചവടത്തിന് വന്നവരാണ്. അവരുടെ കച്ചവടം നടത്തുവാൻ വരുന്ന പറങ്കികൾക്കോ അറബികൾക്കോ ഒരു ആരാധനാ സ്വാതന്ത്ര്യമെന്നുള്ള നിലയിലാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പറഞ്ഞു നമ്മൾ ബിസിനസ്സിന് വന്നു. ഇവിടുത്തെ അണ്ടി, മുട്ട, ഇലവങ്ങ, പഞ്ഞി, പാത്രക്കച്ചവടങ്ങൾ വന്നു. ഇവിടുത്തെ സ്പൈസസ് ഗൾഫിലെത്തിക്കണം, അവിടുത്തെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ജലകരാർ അടിസ്ഥാനത്തിൽ രാജഭരണകാലത്ത് അനുമതി കൊടുത്തു വന്നപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്കൊരു സ്ഥലം വേണം. അങ്ങനെയാണ് ഇവിടുത്തെ നമ്മൾ BJPക്കാർ RSSകാർ എന്നും പറയുന്നതല്ല, ചരിത്ര ഏടുകളിലുണ്ട്. പബ്ലിക് ലൈബ്രറി പോലുള്ള ലൈബ്രറികളിൽ പോകുമ്പം ചരിത്ര രേഖകൾ നമ്മുടെ ഇവിടുത്തെ പല ചരിത്രകാരന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പണിക്ക് വച്ചിരുന്ന കട്ടളപ്പള്ളി എടുത്തു കൊടുത്താണ് ആദ്യമായിട്ട് തിരുവിതാംകൂർ രാജകുടുംബം വിദേശത്തു നിന്ന് കച്ചവടത്തു നിന്ന് മഹമ്മദിയരെ സ്വീകരിച്ച് ആരാധനയ്ക്ക് പള്ളി വയ്ക്കുവാൻ സ്ഥലം കൊടുത്തത്, 5 നേരം നിസ്കരിക്കുവാൻ. എന്നിട്ട് അവർ ആവശ്യപ്പെട്ടു, നമുക്ക് ബീബിമാരാരും വന്നിട്ടില്ല, നമുക്ക് കഞ്ഞി വെച്ച് തരാനോ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലുള്ള അവരെ വിവാഹം കഴിക്കുവാൻ താല്പര്യമാണ്. ഇതിന് ഇവർ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ പറയുന്നതിന് മുമ്പേ മതേതരത്വം രാജഭരണകാലത്തുണ്ടായിരുന്നു. അന്ന് നാട്ടുകൂട്ടത്തെ വിളിച്ച് രാജാവും ദിവാനും ചോദിച്ചു ഇവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുവാനും കൂടെ പൊറുക്കുവാനും പുടവ സ്വീകരിക്കുവാൻ തയ്യാറുള്ള ഹിന്ദുക്കളുണ്ടോ എന്ന് കേട്ടപ്പോൾ തയ്യാറെന്ന് പറഞ്ഞു. അവരെ പറ്റിയൊരു സംസ്കാരം കേരളത്തിലുണ്ട്. ഇവർ എന്തിന് RSSനെ എതിർക്കുന്നു? ഇവർ എന്തിന് BJP എതിർക്കുന്നു? അപ്പോൾ നാനാജാതി മതസ്ഥരെ കൈനീട്ടി വന്ന പാരമ്പര്യമുള്ളൊരു സംസ്കാര ഉത്സവമാണ് തിരുനാവായിൽ നടന്നത്. നാവാമുഹന്ത ആ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുമ്പ് നടന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ ആട്ട ഓടിക്കുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ മാലയും ബാക്കിയുള്ളത് വിറ്റ് കച്ചവടക്കാരാരാ? തിരൂരുള്ള മുസ്ലിം സഹോദരങ്ങൾ. അവിടെ ഹോട്ടൽ പണികളും തട്ടുകളും നടത്തി ഏറ്റവും കൂടുതലാരാ? താനൂരിലുള്ള മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ. അവിടെ അവർ ഹിന്ദുക്കൾ എതിർത്തിട്ടില്ലല്ലോ. ഹിന്ദു എന്ന് പറയുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ മതമായിട്ട് വൽക്കരിച്ചിട്ടുള്ളത് തുച്ഛമായ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ആ വോട്ട് രാഷ്ട്രീയത്തിന് ഒരു ഭംഗലേക്കുമോ ഇവർ ഈ ചില മാധ്യമങ്ങൾ അവിടെ തിരുനാവായിൽ എതിർത്തത്? ചില അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ അധികാരത്തിൽ വരികയില്ലയോ? വീണ്ടും ഭരിക്കുന്നവർ തന്നെ ഭരിക്കുമോ? അതോ മൂന്നാമതൊരു മാറ്റം, മാറാത്തത് മാറുമെന്ന് പറയുന്നത് വരുമോ എന്നുള്ളൊരു ഭയം, ആശങ്ക. അതുകൊണ്ട് അവിടെ വരുന്നത് പുറം ലോകം അറിയരുത്. ഇതായിരുന്നു മാധ്യമങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവർ പറയുന്ന സത്യസന്ധത വാർത്തയാണോ ഇവിടെ നടക്കുന്നത്? തടിക്കച്ചവടം നടത്തുന്ന മാധ്യമങ്ങളുണ്ട്, അതുപോലെ തന്നെ മതത്തെ പ്രീണിപ്പിക്കുന്ന മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടിയെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സാറിൻ്റെ പത്രധർമ്മം കൊണ്ടുവരുന്ന ഒരു മാധ്യമവും ഇന്ന് കേരളത്തിലില്ല. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമുക്കെത്ര പരസ്യം കിട്ടും, നമുക്കെങ്ങനെ ചാനലിനെ വർദ്ധിപ്പിക്കാം, നമുക്ക് ചാനലിന് ഗുണമുള്ളത് മാത്രമേ ഈ പത്രക്കാർ. അതുകൊണ്ടാണ് അവിടെ വന്നപ്പോൾ ചില കാര്യകർത്താക്കൾക്ക് പ്രയാസം തോന്നി തടഞ്ഞത്. പക്ഷേ നല്ല നയപരമായ രീതിയിൽ ഇടപെട്ട് അവർ റിപ്പോർട്ട് ചെയ്ത് പോയി. പക്ഷേ ഇത്രത്തോളം അവിടെ വന്ന് കൂടുമെന്നോ ഇതൊരു പ്രയാഗ പോലുള്ള ഉത്സവമായി ഒരു ചരിത്ര സംഭവമായി മാറുമെന്നോ ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കിയില്ല. ലാസ്റ്റിൽ 10 ദിവസമൊക്കെ ആയപ്പോൾ അവർക്ക് മനസ്സിലായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.